ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനയനും നന്ദിനിയും കൂടെ റൂമിൽ വന്നിരുന്ന് ബാക്കി കേക്ക് മൊത്തം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും കേക്കിന് നല്ല രുചിയുണ്ട്, കാശ് മുടക്കാതെ കേക്ക് മേടിച്ചവനെന്നുള്ള പേരും കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വിനയൻ ഇരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനെ പോലെ ഇവിടെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ നൈസായിട്ട് നമ്മളെ പിടിച്ച് മുന്നിൽ ഇട്ടതാ മനുഷ്യ. അതെ, കേക്ക് വാങ്ങിയത് നമ്മളല്ലാന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ കയറിയതെങ്കിൽ സമ്മതിച്ചതെന്ന് നന്ദിനി പറയുമ്പോൾ, എടി ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചില്ലെന്നേ ഉള്ളടി. എന്നിട്ട് നിങ്ങൾ അച്ഛൻ അത് വിശ്വസിച്ചോ? ഇല്ലല്ലോ. അത് അവസാനം ആ വിക്രം ഗിഫ്റ്റുമായിട്ട് വന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതായിരുന്നു അവളുടെ പ്രധാന ലക്ഷ്യം. നമ്മൾ കേക്ക് വാങ്ങിയെന്ന് പറഞ്ഞതുപോലെ വിശ്വേട്ടൻ ഡ്രസ്സ് വാങ്ങിയതും അവൾ കൊടുത്ത കാശ് തന്നെ ആയിരിക്കുമെന്ന് നന്ദിനി പറഞ്ഞു. അതെന്തിനാ അവൾ എല്ലാവരുടെയും പേരിൽ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അതാണ് നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നത് മനുഷ്യ. മാഷിൻ്റെ എല്ലാ മക്കളും നന്നാകുന്ന കൂട്ടത്തിൽ ചുളുവിൽ വിക്രവും കൂടി നന്നായെന്ന് സ്ഥാപിക്കാനുള്ള തന്ത്രമായിരുന്നു അത്. നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. പക്ഷേ കഷ്ടപ്പെട്ട് ചാക്ക് ചുമന്നിട്ടാണത് വാങ്ങിച്ചതെന്ന് പറയുന്നതിന് മുൻപ് അച്ഛനത് വലിച്ചെറിഞ്ഞിട്ട് സ്ഥലം വിട്ടു. അതിപ്പോൾ അമ്മ ചെന്ന് അച്ഛനോട് പറഞ്ഞും കാണുമെന്ന് വിനയൻ അന്നേരം നന്ദിനിയോട് പറയുക. പക്ഷേ ഒരു കാര്യമുണ്ട് നന്ദിനി, അതെ, വേറെ ഈ കുടുംബത്തെ തമ്മിൽ തല്ലിക്കാനോ സ്പ്ലിറ്റ് ആക്കാനോ നോക്കുന്നില്ല. എല്ലാവരെയും കൂട്ടി നിർത്താനാണ് അവളുടെ ശ്രമം. അതെ, നിങ്ങൾക്കിപ്പോൾ അവളാണല്ലോ മാലാക. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ലോ നന്ദിനി. എന്തുദ്ദേശിച്ചാണെങ്കിലും ശരി, അവൾ ഈ കുടുംബത്തിലെ മരുമകളായാൽ പിന്നെ എൻ്റെയും നിങ്ങളുടെ സ്ഥാനം പുറത്തോളം പറഞ്ഞു. പിന്നെ ജീവനോടെ എടുത്ത് കിണറ്റിലിടാൻ അവൾ മടിക്കത്തില്ല. ഇപ്പം തന്നെ അമ്മയ്ക്കും ശ്രീചേട്ടത്തിക്കും വിശ്വേട്ടനൊക്കെ അവളോട് ഇത്തിരി അടുപ്പം കൂടുതലാണ്. നിങ്ങൾക്കറിയാവോ? നേരിട്ട് കാണുമ്പോൾ വെട്ടുപോത്ത് നിന്നിരുന്ന ആ ചെറുക്കനും ഇപ്പം അവളെ കാണുമ്പോൾ ഒരു ഇടയിളക്കം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞിരിക്കും വിനയൻ. അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭ്രാന്തളക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ, അയ്യോ, നിനക്ക് ഭ്രാന്തളക്കുന്ന ഒരേർപ്പാടിന് ഞാനില്ല എൻ്റെ മോളെ. ഇനി അവളെപ്പറ്റി ഞാൻ പറയുന്നതേ ഇല്ല. പോരെ, പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. പറയുന്നില്ലെന്നേ, ഞാൻ നിർത്തി, ഇവിടെ വെച്ച് നിർത്തി. നമുക്ക് നമ്മൾ വെക്കാൻ പോണം വീടിനെ പറ്റി പറയാം. അതാകുമ്പോൾ നോക്കാനും പറയാനും ഒക്കെ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീട് പണിക്ക് ചിലവാകുന്ന കാശും അതുപോലെ കയ്യിലേക്ക് വരുന്ന കാശും പിന്നെ കമ്പനിയുടെ കമ്മീഷൻ കഴിച്ച് ഇത്ര പൈസ കയ്യിലേക്ക് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ബ്രോക്കർ കാശും എല്ലാം പറഞ്ഞ് വീട് പണിയെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ എൻ്റെ സ്വർണ്ണമൊന്നും എടുക്കാതെ അപ്പോൾ കാര്യമൊക്കെ നടക്കുമല്ലേ വിനേട്ടാന്ന് ചോദിക്കുമ്പം, ലോകത്ത് ഏത് ഭർത്താവാടി ഭാര്യയുടെ സ്വർണ്ണമൊന്നും എടുക്കാതെ വീട് പണിഞ്ഞിട്ടുള്ളത്? ശരിക്കും ഭാര്യമാരുടെ സ്വർണ്ണമാണ് വീടിൻ്റെ ഐശ്വര്യം തന്നെയെന്നും പറഞ്ഞ് വിനയം പറയുമ്പം, ശരി, സ്ഥലം വാങ്ങിയ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് പണി തുടങ്ങണം വിനയേട്ടാ എന്ന് പറയുമ്പം, എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ പോരെയെന്ന് വിനയൻ. നമ്മുടെ വീട്ടിൽ ഒരു ഹാളും ഒരു കിച്ചണും 3 ബെഡ്റൂമും വേണമെന്ന് പറഞ്ഞു. നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്കും തൽക്കാലം ഒരെണ്ണത്തിൽ AC വെക്കാം. വേനൽക്കാലത്ത് നല്ല ചൂടായിരിക്കുമെന്ന് വിനയൻ. ഈ വീട്ടിലില്ലാത്തതെല്ലാം നമുക്ക് വാങ്ങിക്കണം വിനയേട്ടാ. കാറ്, വാഷിംഗ് മെഷീന്, ഹോം തിയേറ്റർ, സോഫ സെറ്റ്, ഇൻ്റർനെറ്റ്. അപ്പോൾ മനസ്സമാധാനം നിനക്ക് വേണ്ടേടി? അല്ല, ഇവിടെ ഇല്ലാത്തതും അതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കിവിടെ മടുത്തു വിനയേട്ടാ എന്നും പറഞ്ഞ് നന്ദിനി. അങ്ങനെ അവർ വീട് പണിത് അവരുടെ ജീവിതം സെറ്റാക്കുന്നതിനെ പറ്റി രണ്ടെണ്ണങ്ങളും കൂടെ ഭയങ്കര ദിവാസ്വപ്നമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സെറ്റാകും എന്നുള്ള ഒരിതിൽ ഇങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ ശ്രീകാര്യത്തെയാണ്. അപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ, ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതല്ലേ, മാണിക്കുഞ്ഞു വന്ന് അവിടെ ഉണ്ടായിരുന്നതല്ലേ, പിന്നെന്താ ഇത്ര കൺഫ്യൂഷൻ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പം, അന്നും എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ കമ്മിറ്റിയിൽ വെച്ച് സാറിനെതിരായിട്ടൊന്നും പറയണ്ടെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ വീട്ടിൽ വന്ന് അങ്ങ് പറയാമെന്ന് വിചാരിച്ചതെന്ന് ചോദിക്കുമ്പം, അയ്യോ, ഇതൊരു എതിർപ്പായിട്ടൊന്നും കാണരുത് കേട്ടോ. മറ്റുള്ള പാർട്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പാർട്ടി ആണെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇതിലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ കോസ്റ്റൽ ഏരിയയിലല്ല, അവർ വലിയ സ്വാധീനവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു പങ്ക് അവരാണല്ലോ. ശ്രീനിസാറിന് അറിയാമല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് ഞാനെന്ത് വേണം? അല്ല, യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ കൂട്ടത്തിലേക്ക് അവരെ ആരെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തെ ഒഴിവാക്കണം അല്ലേ? അയ്യോ, എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വിക്രത്തിന് ട്രേഡ് യൂണിയൻ നൽകാമല്ലോ. അപ്പോൾ ശ്രീനിസാറ് പറഞ്ഞതുപോലെ എസ്റ്റേറ്റ് ട്രേഡേഴ്സിൻ്റെ പുതിയ കമ്പനി അവൻ്റെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് തന്നെ തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാണിക്കുഞ്ഞേ, താൻ രാഷ്ട്രീയം കളിച്ചോ, പക്ഷേ ആ കളി എനിക്കിട്ട് കളിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല ശ്രീനിസാറെ, അത് പിന്നെ. അപ്പോൾ താൻ ചെല്ലാൻ പറഞ്ഞു. വിക്രം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ യൂത്ത് വിങ്ങിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി ഒരാളായിട്ട് വിക്രം ഉണ്ടാകും. പിന്നെ SK ട്രേഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് ശേഷം ഇവർ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ശ്രീനിസാറിനെ കാണാനായിട്ട് വന്നേക്കുന്നത് ഇത്തവണ നമ്മുടെ വേദയുടെ ചേട്ടനാണ്.
അപ്പോൾ എന്താ ശ്രീകാന്ത വിശേഷം, എന്താ പോകുന്നതെന്ന് ചോദിക്കുമ്പം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. പിന്നീട് ഒരു തീരുമാനവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് വെറുതെ വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അത് ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുക. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉചിതമായൊരു തീരുമാനവും ഞാൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുക. അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞു. നിങ്ങളുടെ പുതിയ കമ്പനി ഉണ്ടല്ലോ SK ട്രേഡേഴ്സ്, അവിടെ പ്രോഗ്രസീവ് പദ്ധതിയുടെ ആ ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പറയണു. വിക്രമായിരിക്കും ആ യൂണിയൻ്റെ നേതാവ് എന്നും അദ്ദേഹം പറയുമ്പോൾ ഞെട്ടലോടെ ഇരിക്കുവാണ് ഇദ്ദേഹം. എന്താ മനസ്സിലായോ എന്ന് ചോദിച്ചു വിനയൻ. അപ്പോൾ നിങ്ങൾ അവനോടൊപ്പം ചേർന്ന് ഞങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ അല്ല, നിങ്ങൾ ഇനി വിക്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയനുമായി ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് അർത്ഥമെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കിത് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്ന് കരുതി ഞാൻ നിങ്ങൾക്കരികിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു പണിയാണോ എന്ന് ചോദിച്ചു. ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ വന്ന കാലിൽ തിരിച്ചു പോകില്ല, നീ മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമൊക്കെ ആയി. അങ്ങനെ വിക്രത്തെ കൊല്ലുമെന്നുള്ള മട്ടിൽ വരെ വിക്രത്തിനെ തീർക്കും എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ എടുത്ത് അവിടെ ഇട്ട് പൊളിച്ചടുക്കി. അങ്ങനെ അവൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. എന്തായാലും ആ കാര്യം നടക്കില്ലെന്ന് ഉറപ്പായി. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന നമ്മുടെ വിനയൻ മാഷ് പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് കയറി വരും. അപ്പോൾ വേദ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. വേദയെ കണ്ടപ്പോഴത്തേക്കും മാഷിൻ്റെ ഒരു ചെറിയ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ വന്ന് വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും എന്ന് പറഞ്ഞൊരു ശബ്ദവും കൂടെ കേൾപ്പിച്ചു. അപ്പോൾ കമല അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു. അമ്മ ഇത് കാണുവാണ്. അപ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് നമ്മുടെ വേദ ഇങ്ങനെ നിൽക്കുക. അപ്പം അതൊക്കെ എഴുന്നേറ്റ് ചെന്ന് വേദയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുത്തു നമ്മുടെ മാഷ്. ഇത് 5000 രൂപയുണ്ടെന്നും പറഞ്ഞു. ഇത് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ വേദ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്താ മാഷേന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുക കേട്ടോ നമ്മുടെ കമല. അതെ, ഡ്രസ്സ് വാങ്ങിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൻ, അതായത് വിശ്വൻ മേടിച്ചതിൻ്റെ പൈസ വേദ കൊടുത്തതാണെന്നുള്ള കാര്യം മാഷിന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമ്മുടെ മാഷ് വിശ്വത്തിന് നമ്മുടെ വേദ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അത് വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. മാഷെ, അപ്പോൾ നേരത്തെ ഒരു പേന നമ്മുടെ വേദയുടെ കയ്യിൽ പണയം പോലെ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ആ പേനയും അദ്ദേഹം തിരികെ ചോദിച്ചു. അപ്പോൾ ആ പേന ഞാൻ അന്ന് തന്നെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് വേദ മാഷിനോട് പറയുക. അപ്പോഴേക്കും ഭയങ്കര ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക അദ്ദേഹം. ശരിയാന്നുള്ള രീതിയിൽ കമല ഇങ്ങനെ തലയാട്ടുവാണ്. പിന്നെ ഒരു കാര്യം അതെനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ആ ബില്ലടച്ചത് ശ്രീജയെടുത്തിയോ നന്ദിനിയെടുത്തിയോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലെ അവർക്ക് പേന പണയപ്പെടുത്തുകയോ കടം വീട്ടുകയോ ചെയ്യുമായിരുന്നോ എന്ന് മാഷിനോട് നമ്മുടെ വേദ ചോദിക്കുക. മാഷിൻ്റെ വായ അടപ്പിച്ചു. അപ്പോൾ ഇല്ലാന്ന് എനിക്കറിയാം, മാഷ് ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. കാരണം അവരും മരുമക്കളായി അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്നും വേദ മാഷിനോട് പറഞ്ഞു. എന്നെ അംഗീകരിക്കുന്നില്ല എന്നും എനിക്കറിയാമെന്നും വേദ സങ്കടത്തോടെ പറയുവാണ്. അപ്പോൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ആദ്യമേ തന്നെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം അതെനിക്കറിയാം, പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അന്ന് മാഷ് ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് ഇന്നാ എനിക്കത് മനസ്സിലായതെന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മാഷിനോട് പറയും കേട്ടോ. അപ്പോൾ വിക്രത്തിനെ മാഷ് ഒരു അന്യനായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നെയും അന്യമായി മാഷ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാഷിൻ്റെ മകൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സ് അതൊരിക്കലും മാഷ് വലിച്ചെറിയില്ലായിരുന്നു വിക്രത്തെ മകനായി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞു. വിക്രം അതെങ്ങനെയാണ് വാങ്ങിയത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും വിക്രമൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല, ഞാൻ ചോദിച്ചില്ല, എനിക്കത് ചോദിക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല, തോന്നിയില്ല, അതങ്ങനെ തോന്നാൻ പാടാണെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ ആയിരുന്നില്ലല്ലോ തുടക്കം മുതലേ. മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇതെല്ലാം വിക്രത്തിന്മേലായിരുന്നില്ലേ എന്ന് വേദ മാഷിനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും കമല പേടിച്ച് ഇങ്ങനെ നിൽക്കുക. ആ കാലം എന്തുകൊണ്ടാണ് മാറിപ്പോയതെന്നും വേദ ചോദിക്കുക. അപ്പോൾ വേദ വേണ്ട, മതിയെന്ന് കമല പറഞ്ഞു. ഇനിയും ആ ഒരു വിഷയത്തെപ്പറ്റി ഈ വീട്ടിൽ സംസാരിക്കാനോടെ ഇടയുണ്ടാവരുതെന്ന് പറയുമ്പോൾ അല്ല അമ്മേ, പ്രശ്നം അത് അറിഞ്ഞാലല്ലേ അതെന്താണെന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നിർത്താൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കമല വേദയോട് ദേഷ്യപ്പെട്ടു. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ കുട്ടിക്ക് എന്താ അധികാരം ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് ഭയങ്കര ഒരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ മാഷ് അകത്തേക്ക് ചെല്ല്, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
കമല മാഷിനെ പറഞ്ഞു വിട്ടു. ഈ സമയം കുട്ടി ഈ പൈസ പിടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് വേദയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷം മാഷാണെങ്കിൽ വേദയോട് കുറേ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുട്ടിയെ ഈ വീട്ടിൽ മരുമകളായി അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് നിമിഷവും ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം എന്നൊരു കാരണം കൂടി ഉള്ളത് കൊണ്ടാണ്. കാരണം എന്നെയും കമലയെയും വിശ്വസിച്ച് 2 കുടുംബത്തിലെ അച്ഛനമ്മമാർ എൻ്റെ മക്കളിലൂടെ ഇറക്കിവിട്ട 2 പെൺകുട്ടികളുടെ ജീവിതം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമായിരിക്കുകയാണെന്നും ഇനി ഈ ഒരു പ്രായത്തിൽ ഇനിയും ഒരു ഭാരം താങ്ങാൻ ഞങ്ങൾക്ക് വയ്യ എന്നും പറഞ്ഞു. അപ്പോൾ അതെന്തായാലും മാഷ് പേടിക്കേണ്ട, ഞാൻ ഒരിക്കലും ഒരു ഭാരമാകില്ല എന്ന് വേദ പറഞ്ഞു. പകരം നിങ്ങൾ തള്ളിക്കളഞ്ഞ മകൻ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ തണലാകുന്നത് ഉറപ്പ് വരുത്തുകയും ചെയ്യുമെന്ന് വേദ മാഷിനോട് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോഴോന്ന് ചോദിച്ചു. അങ്ങനെ മാഷിനെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ വേദ. വിക്രത്തെ നല്ലവനായിട്ട് കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട്. മാഷിന് അവിടെ ഒന്നും ഉത്തരവില്ല. അദ്ദേഹം മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ കമലയും പിന്നാലെ കയറിപ്പോയി. ഈ സമയത്ത് വേദ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് വിഷമമായോ എന്ന് ചോദിച്ചു. അച്ഛനിപ്പോൾ 2 കഥ പറഞ്ഞു. ഒന്ന് കൂട്ടം തെറ്റിയ കുഞ്ഞാടിൻ്റെയും പിന്നെ വീട്ടിലേക്ക് വന്ന മരുമക്കളുടെയും. അപ്പോൾ മക്കളുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയ മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു മാഷ് മക്കളുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചാൽ ഒന്നും നടക്കുക, വിധിയായി പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു വേദ ഇങ്ങനെ കമലയോടും കുറേ ഇതൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു വിക്രത്തെ നേരെ ആക്കിക്കൊണ്ടുവരുമെന്ന് വേദ കമലയോട് പറയുമ്പോൾ കമല വേദയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞപ്പോൾ കമല നേരെ മാഷിനെ കാണാനായിട്ട് റൂമിലേക്ക് ചെന്നു. അപ്പോൾ മാഷ് ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ ഇരിക്കുക. ചെന്ന് മാഷേന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ മാഷ് തിരിഞ്ഞു നോക്കി. അപ്പോൾ അതേ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു, അതായത് ആ പേന. അപ്പോൾ ആ കുട്ടി എന്നെ ഇത് ഏൽപ്പിച്ചു എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണെന്ന കാര്യം മാഷിനോട് കമല പറയുകയാണ്. മാഷ് ആ പേന കൈനീട്ടി വാങ്ങിച്ചു. കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാ അവൻ നമുക്കുള്ള സമ്മാനവുമായിട്ട് വന്നതെന്നുള്ള കാര്യം കമല അന്നേരം പറയുന്നു. അത് മാറ്റത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയല്ലേ മാഷേ എന്ന് കമല ചോദിക്കുമ്പോൾ, ഒരു ദിവസത്തേക്ക് ആരുടെയൊക്കെ പ്രേരണയിൽ മാറിയെന്ന് വരുത്തി തീർക്കുന്നവനെ അല്ല, എല്ലാ കാലത്തേക്കുമായിട്ട് മനസ്സു മാറി വന്നവനെയാണ് നമുക്ക് വേണ്ടതെന്ന് കമലയോട് അന്നേരം മാഷു പറയുവാണ്. ഒരു ജോലിക്കും പോകാതെ ഈ വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്നാലും എനിക്ക് ആകും വരെ ഞാൻ ജോലിയെടുത്ത് അവനെ പോറ്റിക്കോളാം. പക്ഷേ അവനിങ്ങനെ ഗുണ്ടായുസം കാണിക്കുന്നത് എനിക്ക് സഹിക്കില്ല. പിന്നെ അവൻ ഗുണ്ടാപ്പണി നിർത്തിയെന്നുള്ളത് എനിക്ക് ബോധ്യമാവണമെന്നും മാഷു പറയുവാണേ. മാഷേ, ആ കുട്ടി പറയുന്നത് അത് സാധിക്കുമെന്ന് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആ കുട്ടി അതിന് ശ്രമിച്ചോട്ടെ, എനിക്ക് ഒരു എതിർപ്പും അതിന് പറയാനില്ല. നമുക്ക് കഴിയാതെ പോയത് അവൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷമേ ഉണ്ടാക്കുകയുള്ളൂ, അതിന് മറ്റൊന്നും താനും കാണണ്ട. പക്ഷേ ഒരു ജീവിതം മുഴുവനും നടക്കാത്ത ഒന്നിനു വേണ്ടി ആ കുട്ടി അതിൻ്റെ ഭാവി നശിപ്പിക്കുന്നതിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞു. അതുകൊണ്ടാണ് കുട്ടിയോട് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു പ്രേരണയിൽ ഞാൻ സംസാരിക്കുന്നതെന്ന് മാഷ് പറയുവാണ്. അതുപോലെ തന്നെ ഇന്ന് അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ ഇളയ മകൻ കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്നാൽ നിൻ്റെ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോകാൻ റെഡി ആവുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വേദ ഫുഡ് എടുത്ത് വെക്കുന്നു. രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിക്രം വീട്ടിലേക്ക് വന്നു. വേദയാണെങ്കിൽ ഫുഡും എടുത്ത് വെച്ച് വിക്രത്തെ കാത്തിരിക്കുക കേട്ടോ. കുറേ നേരമായിട്ടും വിക്രത്തെ കാണുന്നില്ല. തൊട്ടടുത്ത നിമിഷം വേദ നോക്കുമ്പോൾ വിക്രം അപ്പുറം റൂമിൽ വന്നിരിക്കുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന വിക്രത്തെ വേദ ഇങ്ങനെ രൂക്ഷമായി നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.